യെസ്, 2 മാസത്തിനുള്ളിൽ തന്നെ ഒരു സിനിമാ നയം അത് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് കൊണ്ടുവരാനാണ് നീക്കങ്ങൾ. മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ സിനിമാ കോൺക്ലേവിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. വിശദമായ ചർച്ച തന്നെയാണ് സിനിമാ മേഖലയിൽ ഉയർന്നുവരുന്ന പരാതികളിന്മേൽ, ആരോപണങ്ങളിന്മേലൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ സമാപിക്കും കോൺക്ലേവ് എന്നതാണ്. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഒഡീഷയിൽ 3 അംഗ സംഘം പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച പെൺകുട്ടി മരിച്ചു. 75% പൊള്ളലേറ്റ കുട്ടി 14 ദിവസമായി ഡൽഹി എയിംസിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ മാസം 19-നായിരുന്നു പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, എപ്പോഴാണ് ആശുപത്രിയിൽ നിന്ന് ഈ പെൺകുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചത്? എന്താണ് വിവരങ്ങൾ? ദിവ്യ, ആശുപത്രിയിൽ നിന്നും ഇന്നലെ രാത്രിയാണ് ഈ നാടിന് നടുക്കുന്ന മരണവാർത്ത സ്ഥിരീകരിച്ചത്. ഇപ്പോൾ ഒഡീഷയിൽ ഈ പെൺകുട്ടികളെ തീകൊളുത്തി കൊല്ലുന്നത് ഒരു തുടർക്കഥയായി തന്നെയാണ് മാറിയിരിക്കുന്നത്. നേരത്തെ സർവകലാശാലയിൽ ഒരു പെൺകുട്ടി തീകൊളുത്തി ആത്മഹത്യ ചെയ്തൊരു സംഭവം നാടിന് നടക്കിയിരുന്നു. വലിയ പ്രതിഷേധമായിരുന്നു അതിലുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഈ 19-ാം തീയതി ഈ ദുഃഖകരമായിട്ടുള്ള സംഭവം ഉണ്ടായത്. 3 പേർ ചേർന്ന് പച്ചക്ക് 15-കാരിയെ തീ കൊളുത്തുകയായിരുന്നു. അത് വായും കൈയും പുറകോട്ട് കെട്ടിവെച്ച നിലയിൽ വെച്ചിട്ടായിരുന്നു തീ കൊളുത്തിയിരുന്നത്. പിന്നീട് 19-ാം തീയതി എയിംസിൻ്റെ തന്നെ ഭുവനേശ്വറിലെ ആശുപത്രിയിലേക്കായിരുന്നു മാറ്റിയിരുന്നത്. പുരി ജില്ലയിലാണ് ഈ സംഭവം നടന്നത്. പിന്നീട് ഗുരുതരമായ പൊള്ളലാണ്. നമുക്കറിയാം, 75% പൊള്ളൽ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതൊരു ജീവഹാനി സംഭവിക്കുന്ന ഒരു പൊള്ളൽ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് സ്ഥിതിഗതികൾ വഷളായതിനെ തുടർന്ന് 20-ാം തീയതി ഈ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി എയർ ആംബുലൻസിൽ തന്നെ പ്രത്യേകം ഡൽഹിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഡൽഹിയിൽ എത്തിച്ചതിന് ശേഷം ഈ ദശ വെച്ച് പിടിപ്പിക്കുന്നത് അടക്കമുള്ള ഒരു ചികിത്സകൾ നടത്തിയിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയാണ് ആ പെൺകുട്ടി മരിച്ചു എന്നുള്ള ജീവൻ രക്ഷിക്കാനായില്ല ആ വാർത്ത പുറത്തു വന്നത്. ഇതിൽ ഈ ആരെയും 3 പേർ ചേർന്നാണ് ഈ കുട്ടിയെ തീ കൊളുത്തിയതും കൊലപാതകത്തിൽ അവരെ കൊലപ്പെടുത്തുകയും ചെയ്തത്. പക്ഷേ ഒരാളെപ്പോലും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ പെൺകുട്ടിയുടെ പിതാവ് തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു മകളെ നഷ്ടപ്പെട്ടിട്ടും ആ സർക്കാരിനെ ഒരു അനുകൂലിക്കുന്ന നിലപാട് തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതിനെക്കുറിച്ചുള്ള ഒരു വിവരം ഇനിയും കൂടുതൽ പുറത്തു വരാനുണ്ട്. ഏതായാലും തുടർച്ചയായിട്ട് കഴിഞ്ഞ മാസമാണ് ഒരു പെൺകുട്ടി മരിച്ചത്. അതിൻ്റെ പിന്നാലെ തീ കൊളുത്തി 2ാമത്തെ കുട്ടിയും മരിച്ചു എന്നുള്ളൊരു വാർത്ത തന്നെയാണ് ഒഡീഷയിലെ പുരി ജില്ലയിൽ നിന്നും പങ്കുവയ്ക്കാനുള്ളത്. യെസ്, വളരെ വേദനാജനകമായ ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ് ഒഡീഷയിൽ ഉണ്ടായത്. 3 അംഗ സംഘം പെട്രോൾ ഒഴിച്ചുകൊണ്ട് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ആ പെൺകുട്ടിക്ക് ഗുരുതരമായി തന്നെ പൊള്ളലേറ്റിയിരുന്നു. ഡൽഹിയിലെ എയിംസിൽ ചികിത്സയിലായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി മരണം സംഭവിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇതിലെ ഏറ്റവും സങ്കടകരമായ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, ഈ സംഭവം നടന്ന് 2 ആഴ്ച പിന്നിടുകയാണ്. പ്രതികളിൽ ഒരാളെപ്പോലും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ധനസുമോദ് നൽകിയത്.